Hey everyone, so നമ്മൾ ഇന്ന് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ പുതിയൊരു ലോഞ്ച് ലിപ്സ്റ്റിക്സ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം ഇംപ്രഷൻസ് ആണ്, ബൈ ദ വേ നോട്ട് എ സ്പോൺസർഡ് വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് അവർ അയച്ചു തന്നിട്ടുള്ള PR കിറ്റാണ്. ഇതിൻ്റെ അകത്ത് 5 ഷെയ്ഡ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ദ ഫസ്റ്റ് വൺ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണിൻ്റെ പാക്കേജിങ് ഒക്കെ എങ്ങനെയാണ്, സ്റ്റാൻഡേർഡ് ആയിട്ട് ഷുഗറിൻ്റെ പാക്കേജിങ് തന്നെ. ആൻഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. ഇതെനിക്ക് ഫീൽ ചെയ്തത് ഒരു ഡീപ്പർ ഇന്ത്യൻ സ്കിൻ ടോണിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. നല്ല ഡാർക്കർ ആയിട്ടുള്ളൊരു ടോണാണ് കേട്ടോ. ഇതിൻ്റെ പേര് വന്നിട്ട് മോക്ക മൂസ് എന്നാണ്. ഓക്കെ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല, കുറച്ച് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ആൻഡ് യെസ്, അപ്പോൾ ഇതാണ് ഷെയ്ഡ് വന്നിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടിയിൽ ലിപ് ബാം യൂസ് ചെയ്തതിൻ്റെ ഒരു ക്യാച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം എന്താ പറ്റിയതെന്നുണ്ടെങ്കിൽ. ആൻഡ് ഇതാണ് അതിൻ്റെ ഒരു പാക്കേജിങ് വന്നിട്ട്. അതിൻ്റെ കൂടെ ഞാനൊരു ഗ്ലോസ് ഇട്ട് നോക്കുവാണ്. പക്ഷേ എനിക്ക് ഗ്ലോസ് ഇട്ടപ്പോൾ ഈ ഷെയ്ഡ് കുറച്ചും കൂടി ഇഷ്ടമായി കേട്ടോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് താഴെ പറയണേ. അടുത്തൊരു ഷെയ്ഡ് വന്നിട്ട് ക്യാൻഡി ഫ്ലോസ് എന്നൊരു ഷെയ്ഡാണ്. ഇത് കുറച്ചും കൂടി ഒരു പിങ്കി കൈൻഡ് ഓഫ് ടോണാണ്. പക്ഷേ ഭയങ്കര പിങ്ക് ആയിട്ടുള്ള കളറൊന്നും അല്ല, നമ്മുടെ സ്കിൻ ടോണിന് മാച്ച് ആവുന്നതാണ്. ഇതെൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് എടുത്ത് കൊടുത്തു. സോ അമ്മയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കൈൻഡ് ഓഫ് റെഡ് പിങ്ക് കൈൻഡ് ഓഫ് ഒരു ടോണാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു നേരിട്ട് കാണുമ്പോൾ വേറൊരു ഷെയ്ഡാണ് ശരിക്കും വരുന്നത്. നമ്മുടെ സ്കിൻ ടോണിനൊക്കെ കുറേയൊക്കെ നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു ഷെയ്ഡാണ്. ഒരു കൈൻഡ് ഓഫ് ഫെസ്റ്റിവിറ്റീസിനൊക്കെ പറ്റിയിട്ടുള്ളതാണ്. ഞാൻ ഒന്നും കൂടെ എൻ്റെ ലിപ്സ് ഫുള്ളായിട്ട് തുടച്ച് അപ്പോൾ അടുത്തൊരു ഷെയ്ഡ് ഇടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. സോ അടുത്തത് വന്നിട്ട് കാരമൽ സോഫിലാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. കാരണം ഇത് കറക്റ്റ് ഒരു ന്യൂഡ് ഷെയ്ഡാണ്, പക്കാ ന്യൂഡ് ഷെയ്ഡാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം പറയാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഐ ഷാഡോ ആയിട്ടും കോൺടോറായിട്ടും ബ്ലഷായിട്ടും ഒക്കെ ഉപയോഗിക്കാം. കാരണം ഇത് പക്ക പൗഡറാണ്. കൺസിസ്റ്റൻസി കാണിച്ചു തരാൻ മറന്നുപോയി, പക്ഷേ ശരിക്കും ഒരു പൗഡർ പോലെ തന്നെയാണ് കേട്ടോ. ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. ഇതിലും ഞാൻ ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇത് ശരിക്കും അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ്, കാരമൽ സോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ്. ഇന്ത്യൻ സ്കിൻ ടോൺ എന്തായാലും പറ്റും, ഒരു മീഡിയം സ്കിൻ ടോണൊക്കെ ആണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് അടുത്തൊരു ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ്. ഓക്കെ, ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് വന്നിട്ട് ചെറി ഫ്ലഫ് എന്നുള്ളതാണ്. ഇതൊരു കൈൻഡ് ഓഫ് ചെറി ഷെയ്ഡ് തന്നെയാണ്. പക്ഷേ ചെറി ഷെയ്ഡ് എന്ന് ഫുള്ളി പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു ന്യൂഡ്, എനിക്ക് തോന്നുന്നുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ അങ്ങനെ എന്തോ ഒരു ഷെയ്ഡ് മിക്സ്ഡ് ആണ്. പക്ഷേ ഇതിൽ വന്നൊരു മണ്ടത്തരം, ഞാൻ ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ബോളപ്പായി. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത്. ഇത് ഞാൻ ലിപ് ബാം ഇല്ലാണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ലത്. ഡ്രൈ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആൻഡ് ബട്ടറി ആയിട്ട് മാറുന്നുണ്ട്. എനിക്കൊരിക്കലും മനസ്സിലായില്ല ലൈക്ക് ആ പൗഡർ എങ്ങനെ ഇത്രയും ലൈക്ക് ഭയങ്കര സ്മൂത്തായി മാറണം എന്നുള്ളത്. അപ്പോൾ ഇവിടെയാണ് എനിക്ക് മനസ്സിലായത് ഇതിന് ലിപ് ബാമിൻ്റെ അത്ര ആവശ്യം എനിക്ക് ഫീൽ ചെയ്തില്ല. അല്ലാണ്ട് ഇടുമ്പോൾ തന്നെയാണ് നല്ല രസമായിട്ടിരിക്കുന്നത്. ഇതും നല്ലൊരു ടോണാണ്. അപ്പോൾ ഇതിൻ്റെ MRP വന്നിട്ട് 499 സംതിങ് അറൗണ്ടാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. ഇതാണ് അവരുടെ ഫൈനൽ ഷെയ്ഡ് വന്നിട്ട്. ഇത് വന്നിട്ട് സ്ട്രോബെറി മാക്കറോൺ പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതും നല്ല അടിപൊളി ന്യൂഡ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂഡ് പിങ്ക് ടോണുള്ളൊരു ഷെയ്ഡാണ്. ഡെയിലി വെയറബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഷെയ്ഡാണ് കേട്ടത്. ഞാൻ പറയാൻ മറന്നു, ഈ പാക്കേജിംഗ് ഒക്കെ സ്റ്റാൻഡേർഡായിട്ട് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ലിപ്സ്റ്റിക് പാക്കേജിങ്സിൽ തന്നെയാണ് വരുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരെണ്ണം ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ഓണസ്റ്റ്ലി എനിക്കിത് ഇഷ്ടമായി. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഐ ഷാഡോ ആയിട്ടും എല്ലാം യൂസ് ചെയ്യാം. ഞാൻ ഐ ഷാഡോ ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. പക്ക ഒരു പൗഡർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഏത് ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ പറയണം താഴെ കമൻറ്റ് ബോക്സിൽ. ഓൾസോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഫോളോ ചെയ്യുക. സോ ബൈ, ടേക്ക് കെയർ.